ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു പ്രിപ്പറേഷൻ പരിപാടിയാണ്. ചെറുപഴം കൊണ്ട് ഹലുവ ഉണ്ടാക്കുന്നത്. അതായത് അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് പാളാന്തോടൻ പഴമാണ്. കാരണം പാളാന്തോടൻ പഴം എല്ലാവർക്കും കഴിക്കുവാൻ അത്ര വലിയ തൃപ്തിയല്ല. അന്നേരം ഞങ്ങൾക്ക് ശകലം പഴം കിട്ടി. ഞങ്ങളതുകൊണ്ട് 1.5 കിലോ പാളാന്തോടൻ പഴം എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് മിക്സിയിലാക്കി അരച്ച് എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഐറ്റമാണ് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത്, പിന്നെ നെയ്യ്, അതുകൊണ്ട് തന്നെ ഏലക്കാപ്പൊടി, അതുകൊണ്ട് തന്നെ ഒരു ഉണ്ട ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിരിക്കുന്നത്, അതിന് വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാഷ്യൂനട്ട്, അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് കപ്പലണ്ടി. ഈ കപ്പലണ്ടിയും കാഷ്യൂനട്ടും നമ്മളത് നെയ്യിൽ വറുത്ത് വേണം എടുക്കേണ്ടത്. നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പരുവാകുമ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ ഇത് നമ്മൾ അരച്ചു വെച്ച പഴം. ഇതിൻ്റെ വെള്ളം പറ്റണമായിരുന്നു, വെള്ളം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനെയും നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് ടൈറ്റ് ആകുമ്പോൾ നമ്മളിതിന് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിന് പിന്നെ ഹലുവയുടെ ആ ഒരു പരുവ് ഒട്ടൽ വരരുത്. ആ പരുവാകുമ്പോൾ നമ്മളിത് എടുത്ത് തണുക്കാൻ വെക്കും. ഞങ്ങളുടെ ഹലുവ ഇപ്പോൾ ഒരു പരുവായിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടും കൂടെ മിക്സായിട്ട്. ഇതിനകത്ത് നമ്മളിനിയിപ്പം കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിനി എല്ലാം കൂടെ മിക്സായി ഒന്ന് ടൈറ്റായി വരണം. ടൈറ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ നെയ്യ് ആഡ് ചെയ്തിട്ടേ ഇരിക്കും. ഞങ്ങളുടെ ചെറുപഴം ഹലുവ ഏതാണ്ട് ഒരു പരുവായിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാണ്ട് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റോട്ട് വരികയാണ്. ഇതിനകത്തോട്ട് വേണ്ട നമ്മൾ ഏലക്കാപ്പൊടി കൊടുത്തു, ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കാഷ്യൂനട്ട്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കപ്പലണ്ടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തു. ഇനി നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് നമ്മളിനി കോരി വെക്കുകയാണ്. ഇത് ഏതാണ്ട് നമുക്ക് ഒരു പരുവായിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇത് പണ്ട് സെറ്റ് ചെയ്ത്